ഹലോ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് രണ്ട് ടൈപ്പ് ഓഫ് രാസപ്രവർത്തനങ്ങൾ പഠിച്ചു. അതായത് സംയോജന രാസപ്രവർത്തനവും പഠിച്ചു, വിഘടന രാസപ്രവർത്തനവും പഠിച്ചു. സംയോജന രാസപ്രവർത്തനം, സെക്കൻഡ് വൺ ഈസ് വിഘടന രാസപ്രവർത്തനം. സംയോജന രാസപ്രവർത്തനം എന്താണ്? അവിടെ രണ്ട് സംയുക്തമോ മൂലകമോ അതായത് ലഘുപദാർത്ഥങ്ങൾ, ഒരു സംയുക്തമോ മൂലകമോ സംയോജിച്ചിട്ട് പുതിയൊരു പദാർത്ഥം ഉണ്ടാവുക, പുതിയൊരു സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ, സംയുക്തം ഉണ്ടാവുകയാണെങ്കിൽ സംയോജന രാസപ്രവർത്തനം എന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വിഘടന രാസപ്രവർത്തനം. വിഘടന രാസപ്രവർത്തനത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സംയുക്തം വിഘടിച്ച് രണ്ടിൽ കൂടുതലോ ലഘു പദാർത്ഥങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറഞ്ഞു? വിഘടന രാസപ്രവർത്തനം. രണ്ടും ഓപ്പോസിറ്റ് ആണ് സംഭവം. അതിന് നമ്മൾ ജനറൽ ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒരു പരീക്ഷണം അല്ലെ ഒരു രാസപ്രവർത്തനം പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്നുള്ളത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അടുത്ത ക്ലാസ് പറയാന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഓർമ്മയുണ്ടോ ആ റിയാക്ഷൻ? എന്താ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? സോഡിയം ക്ലോറൈഡിലേക്ക് സിൽവർ നൈട്രേറ്റ് 2 ml സോഡിയം ക്ലോറൈഡിലേക്ക് 2 ml സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്താണ്. അപ്പൊ അങ്ങനെ ആഡ് ചെയ്ത സമയത്ത് എന്താ നമ്മൾ ശ്രദ്ധിച്ചത്? ഒരു വൈറ്റ് അവശിഷ്ടം, അതായത് ഒരു വെള്ള അവശിഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് സിൽവർ ക്ലോറൈഡിന്റെ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ റിയാക്ഷൻ ഒന്നുകൂടെ ഇവിടെ എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, സ്വന്തം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. സോഡിയം ക്ലോറൈഡ് NaCl പ്ലസ് അതിലേക്ക് AgCl സിൽവർ ക്ലോറൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായത്. സിൽവർ നൈട്രേറ്റിലേക്ക് സോഡിയം നൈട്രേറ്റ് NaNO3 സോഡിയം നൈട്രേറ്റിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? സോഡിയം ക്ലോറൈഡ് NaCl സോഡിയം ക്ലോറൈഡിലേക്ക് സിൽവർ നൈട്രേറ്റ്. ഇപ്പൊ ക്ലിയർ ആയോ? പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയിപ്പോയാണ്, മാറിപ്പോയതാ. അപ്പൊ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിൽവർ ക്ലോറൈഡും പിന്നെ സോഡിയം നൈട്രേറ്റും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? അതായത് സോഡിയം ക്ലോറൈഡും അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കൂടാതെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സിൽവർ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു വെള്ള കളറുള്ള അവശിഷ്ടം കാണിക്കുന്നുണ്ട്, അവശിഷ്ടം രൂപപ്പെടുന്നുണ്ട്. അതായത് AgCl ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു വെള്ള അവശിഷ്ടം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമവാക്യം നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നിരീക്ഷിക്കാനും, അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന രാസപ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെയുള്ള പ്രത്യേകത എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സോഡിയത്തിന്റെ കൂടെയുള്ള ക്ലോറിൻ ഇല്ലേ, സോഡിയത്തിന്റെ കൂടെയുള്ള ക്ലോറിൻ, അതുപോലെ സിൽവറിന്റെ കൂടെ നൈട്രേറ്റ് അല്ലേ, എന്താവുന്നുണ്ട്? ഒരു റിയാക്ഷൻ നടന്നു കഴിയുമ്പോ സോഡിയത്തിന്റെ കൂടെയുള്ള ക്ലോറിൻ സിൽവറിന്റെ കൂടെയും പോകും. നൈട്രേറ്റ് ഗ്രൂപ്പ് സിൽവറിന്റെ കൂടെയുള്ള നൈട്രേറ്റ് സോഡിയത്തിന്റെ കൂടെയും പോകുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള രാസപ്രവർത്തനം. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ ഒരു ജനറൽ ഫോം എഴുതിയാലോ? നോക്കാം. AB plus CD gives എങ്ങനെയായിരിക്കും? AD പ്ലസ് ഇതിന്റെ കൂടെ ഉള്ളത് എന്താവും? AB plus CD. പറഞ്ഞുതരാം. AB plus CD gives AD plus CB. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്?
ഇതിന്റെ കൂടെ വരുന്നത് ഇവിടെ വരുന്ന ബി അല്ലേ? ബി എന്തിന്റെ കൂടെ പോയി? റിയാക്ഷൻ കഴിഞ്ഞപ്പോ പ്രൊഡക്റ്റിന്റെ സ്ഥാനത്ത് ബി എന്തിന്റെ കൂടെ പോയി? സിന്റെ കൂടെ പോയി. ഇവിടെ ഡി സിന്റെ കൂടെ അല്ലേ? ഈ ഡി എന്തായി? എന്റെ കൂടെ പോയി. അങ്ങനെ എ ഡി ഫോം ചെയ്തു. അതേപോലെ അല്ലേ ഇവിടെ സോഡിയം ക്ലോറൈഡിലെ ക്ലോറിൻ, സോഡിയം ക്ലോറൈഡിലെ ക്ലോറിൻ റിയാക്ഷൻ കഴിഞ്ഞപ്പോ എന്തിന്റെ കൂടെയായി? സിൽവറിന്റെ കൂടെയായി. അതുപോലെ സിൽവറിന്റെ കൂടെയുള്ള നൈട്രേറ്റ് റിയാക്ഷൻ കഴിഞ്ഞപ്പോ സോഡിയത്തിന്റെ കൂടെയായി. ഈ തരത്തിലുള്ള രാസപ്രവർത്തനത്തിന് എന്ത് പറയുന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, രണ്ട് സംയുക്തല്ലേ ഇവിടെ? രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം പ്രവർത്തിക്കുമ്പോൾ രണ്ടും സംയുക്തമാണ്. രണ്ട് സംയുക്തങ്ങൾ ജനറലായി നോക്കി എ ബി സി ഡി, അതും സംയുക്ത. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചുമാറി, അതായത് ഇവിടെയുള്ള അയോണിന സിഎല്ലുള്ള സോഡിയത്തിലുള്ള അയോണിനെയും സിൽവറിലുള്ള അയോൺ ഏതാണെന്ന് വെച്ചാൽ, അതായത് റിയാക്ടന്റിലുള്ള അയോണുകളെ തമ്മിൽ മാറിയിട്ടാണ് എന്തുണ്ടാകുന്നത്? ഉൽപ്പന്നം ഉണ്ടാകുന്നത്. തമ്മിൽ മാറിയിട്ട് വെച്ചുമാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാവുന്ന തരം പ്രവർത്തനത്തെ നമ്മൾ എന്തു പറയും? ദ്വിവിഘടന പ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ് പറയാം. ഓക്കെ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാല് രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാവും. ആ രണ്ട് സംയുക്തങ്ങളിലെ അയോണുകൾ തമ്മിൽ എന്താണ്? വെച്ച് മാറുന്ന റിയാക്ഷൻ ആണെന്ത്? ദ്വിവിഘടന രാസപ്രവർത്തനം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ രാസപ്രവർത്തനം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഇത് കിട്ടിയല്ലോ. NaCl പ്ലസ് AgNO3 gives എന്താണ്? AgCl പ്ലസ് എന്താ? AgCl പ്ലസ് NaNO3. ക്ലിയർ ആയോ? ദ്വിവിഘടന രാസപ്രവർത്തനം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തൊരു പരീക്ഷണമാണ് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം പരിശോധിച്ച് ഏതൊക്കെ അയോണുകളാണ് സംയുക്തങ്ങളെ പരസ്പരം വെച്ചു മാറുന്നത് എന്ന് നോക്കാം. അടുത്ത റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഏതെല്ലാം അയോണാണ് അയോണുകളെ വെച്ചു മാറുന്നത്? ഏതൊക്കെ സംയുക്താണ് അയോണുകളെ വെച്ചു മാറുന്നത്? അതായത് ദ്വിവിഘടന രാസപ്രവർത്തന. രണ്ട് സംയുക്തമുണ്ട്. രണ്ട് സംയുക്തത്തിലെയും അയോണുകൾ എന്താണ്? വെച്ചു മാറുക. ഇവിടെ Cl അല്ലേ? ധൈര്യത്തിന് Cl അല്ലേ? എന്നാ ഉൽപ്പന്നമായപ്പോ നോക്ക്, Cl മാറിയിട്ട് എന്തായി? SO4 ആയി. അത് ഇതിൻ്റെതല്ലേ? ഇവിടെയുള്ള ഹൈഡ്രജന്റെ അയോൺ അല്ലേ SO4? അപ്പം തിരിച്ചെന്തായി? ഇവിടെ എത്തിയപ്പോ എന്തായി? ഹൈഡ്രജന്റെ കൂടെ എന്ത് വന്ന്? Cl വന്ന്. അതായത് വെച്ചു മാറി രണ്ട് സംയുക്തങ്ങൾ, അതിലെ അയോണുകളെ വെച്ചു മാറി പുതിയ സംയുക്തങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള രാസപ്രവർത്തനം, ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് എന്ത്? ദ്വിവിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ. ഓക്കെ, ഡബിൾ ഡീകമ്പോസിഷൻ. നോക്ക്, ദ്വിവിഘടന രാസപ്രവർത്തനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദ്വിവിഘടന രാസപ്രവർത്തനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ്. നമ്മളിപ്പോ രണ്ടെണ്ണം പറഞ്ഞു. ഏതൊക്കെ? NaCl AgNO3 പറഞ്ഞു, BaCl2 H2SO4 പറഞ്ഞു. അത് കൂടാതെ നിങ്ങൾക്ക് അറിയുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത ഒരു പരീക്ഷണം നോക്കാം. അത് ദ്വിവിഘടനാണോ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനാണോ അതും അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനാണോ? ഇത് മൂന്നും അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാൻ. ഒരു ടെസ്റ്റ് ട്യൂബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബില് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാനാണ് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിലേക്ക് അല്പം സിങ്ക് ഇടാനാ പറയുന്നത്. അല്പം സിങ്ക് ഇടാതെ അവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് നേർപ്പിച്ച് HCl എടുക്കുക, അതിലേക്ക് അല്പം സിങ്ക് ഇടുക. ടെസ്റ്റ് ട്യൂബിന്റെ വായ് ഭാഗത്ത് തീ കത്തിച്ച തീപ്പെട്ടി കൊള്ളി
കൊണ്ടുവരിക. എന്താണ് നിരീക്ഷിക്കുന്നത്? ഇവിടെ പറയുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാനാണ്. ദെൻ നമ്മളോട് പറയുന്നത് സിങ്ക് മെറ്റലിന്റെ അല്പം സിങ്ക് മെറ്റലിന്റെ പീസസ് എടുത്തിട്ട് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു തീപ്പെട്ടി എടുത്തിട്ട്, അതായത് കത്തിച്ച തീപ്പെട്ടി എടുത്തിട്ട് നമ്മളോട് ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായ ഭാഗത്തേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാല്, ആ തീപ്പെട്ടി കൊണ്ടുവെക്കുന്ന സമയത്ത് ഒരു പോപ്പ് സൗണ്ട് ആണ് ഉണ്ടാവുന്നത്. പോപ്പ് സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന, നമ്മളിപ്പോ തീപ്പെട്ടി ഇവിടെ കൊണ്ടുവച്ച് അപ്പൊ ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും, അത് കത്തുകയും ചെയ്യും. അപ്പൊ ആ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. പോപ്പ് ശബ്ദത്തോടെ, ഈ തീപ്പെട്ടി ഇവിടെ വെക്കുന്ന സമയത്ത് ഒരു പോപ്പ് സൗണ്ടും ഉണ്ടാവും, അത് കത്തുകയും ചെയ്യും. അപ്പൊ ഈ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് റിയാക്ഷൻ നോക്കിയാൽ അതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രാസപ്രവർത്തനത്തിന്റെ സമീകരിച്ച രാസസമവാക്യം ചുവടെ നൽകിയിരിക്കുന്നു, ശ്രദ്ധിക്കാന്. നമുക്ക് നോക്കാം. സിങ്ക് ആണ് നമ്മൾ ഇട്ടത്. എന്തിലേക്കാണ് ഇട്ടത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2HCl. എന്തായിരിക്കും കിട്ടുക? ZnCl2 പ്ലസ് എന്താ? H2. ZnCl2 പ്ലസ് എന്താണ്? H2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ തീപ്പെട്ടി പോപ്പ് സൗണ്ടോട് കൂടെ കത്തുന്നത്. ഏത് വാതകമാണ്? ഹൈഡ്രജൻ. ആൻസർ ഹൈഡ്രോജൻ. രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതിയിട്ടുണ്ട്. രാസപ്രവർത്തനത്തിന്റെ ഫലമായി HCl എന്ന അഭികാരത്തിലെ ഹൈഡ്രജന് പകരം ഉൽപ്പന്നത്തിൽ വന്നു ചേർന്ന ആറ്റം ഏതാണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ HCl ഇല്ലേ? അപ്പൊ ഉൽപ്പന്നമായി കഴിയുമ്പോൾ ഈ ക്ലോറിൻ എന്ന് പറയുന്നത് ഏതിനോടാണ്? ഉൽപ്പന്നത്തില് അല്ലെങ്കിൽ ഉൽപ്പന്നമായി കഴിഞ്ഞാല് ഈ ക്ലോറിൻ എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജന്റെ കൂടെയല്ലേ? ഹൈഡ്രജന് പകരം ഉൽപ്പന്നമായി കഴിയുമ്പോ അവിടെ വരുന്നത് ഏത് ആറ്റത്തിനോട് ചേർന്നിട്ടാണ് ഈ ഹൈഡ്രജൻ ഉണ്ടാവുന്നത്? ഏത് ആറ്റത്തിനോടാ? നോക്ക്. ക്ലോറിൻ ഇവിടെ ഹൈഡ്രജന്റെ കൂടെ, ഉൽപ്പന്നമായി കഴിഞ്ഞപ്പോ എന്തിന്റെ കൂടെയാ? സിങ്കിന്റെ കൂടെയാ. സെഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്. സിങ്കിന്റെ കൂടെയാണ്. സിങ്കിന്റെ കൂടെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ മനസ്സിലായല്ലോ. Zn plus 2HCl gives ZnCl2 plus H2 ആ. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? നമ്മൾ പഠിച്ചേതെങ്കിലും ആണോ? ദ്വിവിഘടന രാസപ്രവർത്തനത്തിന് രണ്ട് സംയുക്തങ്ങൾ വേണം. അത് വെച്ച് മാറണം. ഇവിടെ സംയുക്താണോ? അല്ലല്ലോ. ഇത് സംയുക്തല്ലോ. സെഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? നമ്മള് യോജിച്ച്, രണ്ട് സംയുക്തങ്ങൾ യോജിച്ച് ഒരു സംയുക്തം ഉണ്ടാവുന്നു. ഇവിടെ യോജിച്ചുണ്ടാവുകയാണോ? അല്ലല്ലോ. വിഘടിച്ചുണ്ടാവുകയാണോ? അല്ലല്ലോ. അപ്പൊ ഇത് പുതിയൊരു രാസപ്രവർത്തനാണ്. അതേതാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് സിങ്ക്, നമ്മൾ പറഞ്ഞു സിങ്ക് ആറ്റമാണ് വന്നു ചേർന്നത്. അതെന്താണ്? ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് രാസപ്രവർത്തനാണ്? ആദേശ രാസപ്രവർത്തനമാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനം. നമുക്ക് നോക്കാം ആദേശ രാസപ്രവർത്തനം എന്താണെന്നുള്ളത്. സംയുക്തത്തിലെ ഒരു മൂലകത്തെ ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്നു. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്നു. നോക്ക്, ഇവിടെ സംയുക്തത്തിലെ ഒരു മൂലകത്തെ എന്താണ്? ഹൈഡ്രജൻ അല്ലേ? അതായത് ക്ലോറിന്റെ കൂടെ ഇവിടെ ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജനെ മാറ്റിയിട്ട് ഏത് വന്നു? സിങ്ക് വന്നു. ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു, ആദേശം ചെയ്തു വേറെ മൂലകം സിങ്ക് വന്നു. ഹൈഡ്രജനെ ആദേശം ചെയ്തിട്ട് സിങ്ക് വന്നു. അതായത് ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ആദേശ രാസപ്രവർത്തനം. അല്ല,
പ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ 4 റിയാക്ഷൻ ആണ് പഠിച്ചത്. 4 ഡിഫറെന്റ് ടൈപ്പ്, വിവിധ തരം രാസപ്രവർത്തനങ്ങളാണ് പഠിച്ചത്. എല്ലാത്തിന്റെയും പേരിൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ്? ആദ്യം പറഞ്ഞ സംയോജന രാസപ്രവർത്തനം, രണ്ടാമത്തേത് വിഘടന രാസപ്രവർത്തനം, മൂന്നാമത്തേത് ദ്വിവിഘടന രാസപ്രവർത്തനം, നാലാമത്തേത് ആദേശ രാസപ്രവർത്തനം. ഇനി നമുക്കൊന്ന് ആദേശ രാസപ്രവർത്തനത്തിന് ഒരു ജനറൽ ഇക്വേഷൻ എഴുതണ്ടേ? നമ്മൾ ബാക്കി 3 എഴുതിയില്ല, ഇതിൻ്റെതും കൂടെ ഒന്ന് എഴുതി നോക്കിയാലോ? ഇതിൻ്റെത് എങ്ങനെയാ വരിക എന്ന് വെച്ചാല് ഇവിടെ എഴുതാം. ആദേശ രാസപ്രവർത്തനത്തിന് ഇവിടെ എഴുതേ A plus BC gives എന്താണ്? A plus BC gives B plus AC. ഒരു പദാർത്ഥം അല്ലെങ്കിൽ സംയുക്തത്തിലെ ഒരു മൂലകം എന്താണ്? ബി. സംയുക്തത്തിലെ ഒരു മൂലകം ബി, സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ഇവിടെ എ എന്തായി? ബീനെ മാറ്റി എ വന്നില്ലേ? ആദേശം ചെയ്തു. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്നു. ഇവിടെ ആദേശം ചെയ്യല്ലേ? ഒരു മൂലകം ഏതാണ്? ബി. ഈ ബിന് എന്താണ്? ആദേശം ചെയ്തിട്ട് എ വന്നു, ആദേശം ചെയ്യുന്നു. ഇങ്ങനെയുള്ള രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ 4 എണ്ണം പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 പഠിച്ചിരിക്കണം. വിത്ത് എക്സാമ്പിൾ ആൻഡ് ജനറൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആ ജനറൽ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം, ഇവയുടെ പ്രത്യേകതകൾ പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കാം. സംയോജന രാസപ്രവർത്തനം. ആദ്യം തന്നെ അതിന്റെ ഒരു ജനറൽ ഫോർമുല ചെയ്യുന്നത്, സംയോജിച്ച് 2 മൂലകങ്ങൾ അല്ലെങ്കിൽ ലഘു സംയുക്തങ്ങൾ സംയോജിച്ചിട്ട് എന്താവുന്നുണ്ട്? പുതിയ സംയുക്തം രൂപപ്പെടുന്നു, അല്ലെങ്കിൽ പുതിയ പദാർത്ഥം രൂപപ്പെടുന്നു. അങ്ങനെയുള്ള രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയോജന രാസപ്രവർത്തനം. 2 എണ്ണം സംയോജിക്കുക. അപ്പൊ 2 മൂലകമോ അല്ലെ 2 ലഘു സംയുക്തങ്ങളോ അങ്ങനെയുള്ള ലഘു പദാർത്ഥങ്ങൾ സംയോജിച്ചിട്ട് എന്താവുക? പുതിയ സംയുക്തം ഉണ്ടാവുന്ന രാസപ്രവർത്തനം സംയോജന രാസപ്രവർത്തനം. രണ്ടാമത്തതാണ് വിഘടന രാസപ്രവർത്തനം. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? ഒരു സംയുക്തം വിഘടിച്ചിട്ട് എന്തുണ്ടാവുകയാണ്? 2 സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഒരു സംയുക്തം വിഘടിച്ചിട്ട് 2 പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് രാസപ്രവർത്തനാണ് എന്ത്? വിഘടന രാസപ്രവർത്തനം. അടുത്തതാണ് ദ്വിവിഘടന രാസപ്രവർത്തനം. ദ്വിവിഘടന രാസപ്രവർത്തനത്തിൽ എന്താണ്? 2 സംയുക്തങ്ങളുണ്ട്. അതിലെ അയോണുകൾ തമ്മിൽ എന്താണ്? വെച്ച് മാറുക. അതിലെ അയോണുകൾ തമ്മിൽ വെച്ച് മാറുക. ഇതിങ്ങോട്ട് അതിലെ അയോണുകൾ തമ്മിൽ വെച്ച് മാറുക. എയിലേക്ക് അതിലെ അയോണുകൾ തമ്മിൽ വെച്ച് മാറുക എന്ന് പറയുമ്പോ എന്താവും? AD പ്ലസ് എന്താണ്? CB. ക്ലിയർ ആയ? ലാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞ്? ആദേശ രാസപ്രവർത്തനത്തിൽ എന്താ പറഞ്ഞത്? ഒരു മൂലകത്തെ മറ്റൊരു മൂലകം എന്താക്കാണ്? ആദേശം ചെയ്യുകയാണ്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദേശ രാസപ്രവർത്തനം. അപ്പൊ സവിശേഷതകൾ ക്ലിയർ ആയോ? സവിശേഷതകൾ ഒന്നുമില്ല, അതിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അത് സിമ്പിൾ ആയിട്ട് എഴുതിയത് നമ്മളെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട്. ഇവിടെ സംയോജന രാസപ്രവർത്തനത്തില് 2 ലഘു പദാർത്ഥങ്ങൾ സംയോജിച്ചിട്ട് പുതിയ പദാർത്ഥം ഉണ്ടാവുന്നു. ദെൻ വിഘടന രാസപ്രവർത്തനത്തിൽ ഒരു സംയുക്തം വിഘടിച്ച് 2 അല്ലെങ്കിൽ അതിലധികം എന്താണ്? ലഘു പദാർത്ഥങ്ങൾ ഉണ്ടാവുന്ന രാസപ്രവർത്തനം. എക്സാമ്പിൾ എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആണ്, വേണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദ്വിവിഘടന രാസപ്രവർത്തനത്തിൽ 2ലെയും അയോണുകൾ, അതായത് നമ്മളെ റിയാക്ടന്റിലുള്ള 2ന്റെയും അയോണുകൾ വെച്ച് മാറി ഉൽപ്പന്നം ഉണ്ടാകുന്നത്.
ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? ഒരു മൂലകത്തെ ആദേശം ചെയ്തെന്താവുക വേറെ മൂലകം വരുന്ന ടൈപ്പ് ഓഫ് രാസപ്രവർത്തനമാണ് എന്ത്? ആദേശ രാസപ്രവർത്തനം. അങ്ങനെ നമ്മൾ 4 രാസപ്രവർത്തനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 4 തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ, അത് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. 4നും എക്സാമ്പിൾ 2 വീതം പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം പഠിച്ചു വെക്കണം. ഓക്കെ, എളുപ്പമുള്ളത് പഠിക്കുക. ഞാൻ പറഞ്ഞതിലും എളുപ്പമുള്ളത് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചാലും മതി. ഓക്കെ ആണോ? ഇനി നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ സ്വന്തം ആദ്യം ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക. എന്നിട്ട് സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കൂടെ ചെയ്യാം. ഓക്കെ, ആദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളത് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം എന്ന് പട്ടികപ്പെടുത്തുക. കൂടുതൽ ഉദാഹരണങ്ങൾ കൂടി എഴുതി പട്ടിക വിപുലീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ജസ്റ്റ് നമ്പർ കൊടുക്കട്ടോ. 3, 4, 5 എക്സാമ്പിൾ ആണുള്ളത്. ആദ്യത്തേത് നോക്ക്. സിങ്ക് ഉണ്ട്, സിൽവർ നൈട്രേറ്റ് ഉണ്ട്, സിങ്ക് നൈട്രേറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്. അപ്പൊ നോക്ക്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മൂലകത്തെ, സിൽവർ എന്ന മൂലകത്തെ സിങ്ക് എന്ന മൂലകം എന്താക്കുന്നുണ്ട്? ആദേശം ചെയ്യല്ലേ. നോക്ക്, ഇവിടെ നൈട്രേറ്റ് എന്ന് പറയുന്നത് സിൽവറിന്റെ കൂടെ, എങ്ങോട്ടെത്തിയപ്പോ എന്തായി? സിങ്കിന്റെ കൂടെയായി. അപ്പൊ അവിടെ എന്താണ്? ആദേശ രാസപ്രവർത്തനം അല്ലേ? ആദേശ രാസപ്രവർത്തനം നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? സിങ്ക് പ്ലസ് എന്താണ്? AgNO3 twice, AgNO3 2 times, 2 AgNO3. സിങ്ക് പ്ലസ് 2 AgNO3 gives എന്താ നമുക്ക് കിട്ടിയത്? സിങ്ക് നൈട്രേറ്റ് ZnNO3 പ്ലസ് എന്താണ്? Ag. അതല്ലേ കിട്ടിയിട്ടുള്ളത്? Ag, ZnNO3 twice plus Ag. ZnNO3 twice plus 2Ag. ആദേശ രാസപ്രവർത്തനം അല്ലേ? രണ്ടാമത്തേത് നോക്കിയാലോ? നോക്ക്, കാൽസ്യം കാർബണേറ്റ്. ഇത് നമ്മൾ പറഞ്ഞ ഉദാഹരണമാണ്. ഇവിടെ എന്താണ്? ഒരു സംയുക്തം അല്ലേ? അത് വിഘടിച്ച് 2 പുതിയ പദാർത്ഥം അല്ലെ, 2 പുതിയ സംയുക്തം അല്ലേ ഉണ്ടായത്? അപ്പൊ അതെന്താണ്? വിഘടിച്ചിട്ട് 2 പുതിയത് ഉണ്ടാവുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? വിഘടന രാസപ്രവർത്തനം. ഇവിടെ വിഘടന രാസപ്രവർത്തനം. CO3 gives എന്താണ്? CaO plus CO2. വിഘടന CO അല്ലേ? CA. വിഘടന രാസപ്രവർത്തനം. നോക്ക്, മൂന്നാമത്തത് നോക്ക്. ഇവിടെ എന്താ? ഹൈഡ്രജൻ അയഡൈഡ് HI, അതായത് 2HI എന്താണ്? ഒരു സംയുക്തല്ലേ? അത് വിഘടിച്ചിട്ട് എന്തായിട്ടുണ്ട്? ഹൈഡ്രജനും അയഡിനുമായി മാറിയിട്ടുണ്ട്. അത് വിഘടിച്ചിട്ട് ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറിയിട്ടുണ്ട്. 2HI gives എന്താണ്? H2 plus I2. ഇത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുക. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള എക്സാമ്പിൾ ആണ്. ഇതിൽ നിന്നായാലും പഠിച്ചാൽ മതി. ഇനി നാലാമത്തത് നോക്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിലുള്ള അയോൺ, കാരണം റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ നൈട്രേറ്റ് അയോൺ കോപ്പറിന്റെ കൂടെയാണ്. ഇവിടെ നോക്ക്, സൾഫൈഡോ സോഡിയത്തിന്റെ കൂടെ. എന്നാൽ റിയാക്ഷൻ കഴിഞ്ഞപ്പോ സൾഫർ എന്തായി? കോപ്പറിന്റെ കൂടെയായി. നൈട്രേറ്റ് എന്തായി? സോഡിയത്തിന്റെ കൂടെയും ആയി. അപ്പൊ എന്താണ്? അവിടെ വെച്ച് മാറുകയല്ലേ ചെയ്തത്? 2 സംയുക്തത്തിലെ അയോണുകൾ തമ്മിൽ വെച്ച് മാറുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്താണ്? ദ്വിവിഘടന രാസപ്രവർത്തനം. CuNO3 twice plus സോഡിയം സൾഫൈഡ് അല്ലേ? സോഡിയം സൾഫൈഡ് CuS പ്ലസ് എന്താണ്? NaNO3.
ബാലൻസ് ചെയ്തിട്ട് എഴുതണേ. ഞാൻ ചിലപ്പോ ഇവിടെ എഴുതുമ്പോ ബാലൻസിങ് വിട്ടുപോവാൻ ചിലപ്പോൾ, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ബാലൻസ് ചെയ്ത് എഴുതണം. ബാലൻസിങ് പഠിക്കുന്നതാണ്, അപ്പൊ ബാലൻസ് ചെയ്ത് എഴുതാൻ മാക്സിമം നോക്കുക. ഇനി നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ 4 കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ SO2 പ്ലസ് H2O എന്താണ് ഗിവ്സ് എന്താ H2SO4. ഇവിടെ എന്താണ് 2 ലഘു സംയുക്തങ്ങളല്ലേ, 2 ലഘു പദാർത്ഥങ്ങൾ, അതായത് 2 സംയുക്തങ്ങൾ യോജിച്ചിട്ട് എന്താണ് ഒരു വലിയ സംയുക്തം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പുതിയ സംയുക്തം, പുതിയ പദാർത്ഥം ഉണ്ടായി. രണ്ടും സംയോജിച്ചിട്ട് പുതിയ പദാർത്ഥം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്താണ് സംയോജന രാസപ്രവർത്തനം. സംയോജന രാസപ്രവർത്തനം. SO2 പ്ലസ് H2O ഗിവ്സ് എന്താണ് H2SO4. H2SO4 ക്ലിയർ ആയല്ലോ. H2SO3 ആണ്, സോറി H2SO3 ആണ്, മാറിപ്പോരുത്. H2SO3 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംയോജന രാസപ്രവർത്തനം പറഞ്ഞു, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, ഇതിനെല്ലാം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ നമ്മളോട് കണ്ടെത്താൻ പറ്റുമെന്നും കൂടെ ആ ചോദ്യത്തിൽ ഇല്ലായിരുന്നോ? അപ്പൊ നമുക്ക് നോക്കിയാലോ. സംയോജന രാസപ്രവർത്തനം H2 പ്ലസ് O2 ഗിവ്സ് H2O. ക്ലിയർ ആയോ? ഇതിൽ ഓൾറെഡി 2 ഉണ്ട്. ദ്വിവിഘടന രാസപ്രവർത്തനം നമ്മൾ പറഞ്ഞത് ഏതാ? ദ്വിവിഘടന രാസപ്രവർത്തനത്തിൽ ഏത് വരും? NaCl പ്ലസ് AgNO3 ഗിവ്സ് എന്താണ് NaNO3. AgCl പ്ലസ് NaNO3. AgCl പ്ലസ് NaNO3. ക്ലിയർ ആയോ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് ആദേശ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് എന്താണ് ഒരു മൂലകത്തെ മറ്റൊരു മൂലകം എന്താണ് ആദേശം ചെയ്യാണ്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്നതാണ് ആദേശ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനം. അതിന് നമ്മള് എക്സാമ്പിൾ പഠിച്ചത് ഏതാണ്? സിങ്ക് പ്ലസ് HCl ഗിവ്സ് എന്താണ് ZnCl2 പ്ലസ് H2. വേറെ എക്സാമ്പിൾ എഴുതിക്കോ. Mg പ്ലസ് 2HCl ഗിവ്സ് MgCl2 പ്ലസ് H2. എക്സാമ്പിൾ ഒക്കെ കിട്ടിയില്ലേ? എല്ലാത്തിനും എക്സാമ്പിൾ കിട്ടിയില്ലേ? വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, സംയോജന രാസപ്രവർത്തനം. അപ്പൊ 4 തരം രാസപ്രവർത്തനങ്ങളുണ്ട്. 4 വ്യത്യസ്ത രാസപ്രവർത്തനങ്ങളാണുള്ളത്. 4നും ഉദാഹരണങ്ങളുണ്ട്. 2 വീത ഉദാഹരണങ്ങൾ പഠിക്കുക, ജനറൽ ഇക്വേഷൻ പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഭാഗം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് തിരിച്ചതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അഥവാ വിവിധ തരം രാസപ്രവർത്തനങ്ങൾ. ആ ഭാഗം നമ്മൾ കഴിഞ്ഞു. ആ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് 4 തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സംയോജന രാസപ്രവർത്തനം. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? വിഘടന രാസപ്രവർത്തനം. മൂന്നാമത്തേതോ ദ്വിവിഘടന രാസപ്രവർത്തനം. നാലാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ആദേശ രാസപ്രവർത്തനം. ഇതിന്റെയൊക്കെ ജനറൽ ഫോർമുല ഒന്നുകൂടെ എഴുതി നോക്കിയാലോ. സംയോജന രാസപ്രവർത്തനം 2 ലഘുപദാർത്ഥങ്ങൾ മൂലകമോ സംയുക്തങ്ങളോ സംയോജിച്ചിട്ട് പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നതിനെയാണ് സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സംയുക്തം വിഘടിച്ച് 2ഓ അതിലധികമോ എന്താണ് പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? വിഘടന രാസപ്രവർത്തനം. ദെൻ നമുക്ക് പറയാനുള്ളത് ദ്വിവിഘടന രാസപ്രവർത്തനം. ദ്വിവിഘടന രാസപ്രവർത്തനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്
ഈ അയോണുകൾ തമ്മിൽ വെച്ചു മാറിയിട്ട് ഉണ്ടാവുന്ന രാസപ്രവർത്തനം, വെച്ചു മാറുന്ന രാസപ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? ദ്വിവിഘടന രാസപ്രവർത്തനം. ദ്വിവിഘടന രാസപ്രവർത്തനം. അവസാനത്തതാണ് ആദേശ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനം. അവിടെ എങ്ങനെയാ? ഒരു മൂലകത്തെ എന്താണ് മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനമാണെന്ത്? ആദേശ രാസപ്രവർത്തനം. എല്ലാം പേര് തന്നെ ഉണ്ട്. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 ടൈപ്പ്. അതിന്റെ ജനറൽ ഫോർമുല എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓരോന്നിനും 2 വീതം എക്സാമ്പിൾ. ഏറ്റവും എളുപ്പമുള്ള 2 പഠിച്ചാൽ മതി. ഈസി ആയിട്ടുള്ള ഏതെങ്കിലും 2 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ആൻഡ് ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ എന്താണെന്ന്. 2 ലഘുപദാർത്ഥങ്ങൾ മൂലകമോ സംയുക്തങ്ങളോ സംയോജിച്ച്, അതാണ് സംയോജന. ആ രീതിയിൽ ഡെഫിനിഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അത് പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക, ജനറൽ ഇക്വേഷൻ എഴുതുക. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ചോദിക്കുന്നുണ്ട്. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ടൈപ്സ് 4 വൃത്തിക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഒന്നും സ്കിപ്പ് ചെയ്യാനുള്ള ഭാഗമല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട്, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് രാസപ്രവർത്തനത്തിന്റെ വേഗതയൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുക, റിപ്പീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. അതുപോലെ എക്സാമ്പിള് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമാണ് എന്ത് ഈ എക്സാമ്പിളുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ കണ്ടില്ലേ, ടേബിളിലാക്കിയത് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് ഡെഫിനിഷൻ പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക, ജനറൽ ഫോർമുല പഠിക്കുക. അപ്പൊ ബാക്കി ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു.